തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. നാടിൻ്റെ ദുഃഖമായി കൊണ്ടാണത്ത് ബീരാൻ ഹാജിയുടെ വിയോഗം. തിരൂരങ്ങാടിയിലെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ബീരാൻ ഹാജിയുടെ വിയോഗം ഞെട്ടലോടെയാണ് ആളുകൾ കേട്ടത്. മുൻ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ബീരാൻ ഹാജി ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. 82 വയസ്സായിരുന്നു. ചെമ്മാട് കൊടിഞ്ഞി റോഡിൽ വെഞ്ചാലി 9-ാം വളവിലാണ് വീട്. കൊടിഞ്ഞി കാളംതിരുത്തി സ്വദേശിയായ ബീരാൻ ഹാജി പ്രായം മറന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. എല്ലാ രംഗത്തും സാന്നിധ്യമായിരുന്ന ബീരാൻ ഹാജി കുട്ടികളുടെയും മുതിർന്നവരുടെയും അടക്കം പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു. കായിക വിനോദങ്ങളിലടക്കം പ്രായം മറന്ന് യുവാക്കൾക്കൊപ്പം നിന്ന വ്യക്തിയായിരുന്നു ബീരാൻ ഹാജി. കൂടാതെ മുസ്ലിം ലീഗ് ഭാരവാഹി കൂടിയായിരുന്നു. സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു ബീരാൻ ഹാജി. ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് തിരൂരങ്ങാടി ഡിവിഷനിൽ നിന്നും LDF സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു. തുടർന്ന് CPM-ൽ പ്രവർത്തിക്കുകയും ചെയ്തു. പരപ്പനങ്ങാടി AKG സഹകരണ ആശുപത്രിയിലെ ഡയറക്ടറായിരുന്നു. എന്നാൽ പിന്നീട് CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയും തിരൂരങ്ങാടി പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്ത് അംഗമാവുകയും ചെയ്തു. കർഷക കോൺഗ്രസ് ഭാരവാഹിയാണ് ബീരാൻ ഹാജി. പ്രായഭേദമന്യേ ഏവരുമായി സൗഹൃദം സൂക്ഷിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരുമായി നല്ല സൗഹൃദവും ബീരാൻ ഹാജി സൂക്ഷിച്ചിരുന്നു. പ്രവാസിയായിരുന്ന ഇദ്ദേഹം ചെമ്മാട് കൊണ്ടാണത്ത് ആശുപത്രി ഉടമയായിരുന്നു. ചെമ്മാട്ടെ പുതിയ തിരൂരങ്ങാടി മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉടമ കൂടിയാണ് ഇദ്ദേഹം. കൊടിഞ്ഞി പ്രദേശത്തുകാരുടെ UAE-ലെ കൂട്ടായ്മയായ UAE കൊടിഞ്ഞി മുസ്ലിം റിലീഫ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വെഞ്ചാലി കൈപ്പുറത്ത് താഴം ജുമാ മസ്ജിദിൽ വെച്ച് നടക്കും. ഫാത്തിമക്കുട്ടിയാണ് ഭാര്യ. ഷറഫുദ്ദീൻ, ഡോക്ടർ സൈഫുദ്ദീൻ, സമീറ എന്നിവരാണ് മക്കൾ. തിരൂർ സ്വദേശിയായ അഹമ്മദ് കള്ളിക്കൽ, പരേതയായ പുള്ളാട്ട് ആബിദ, സാജിദ, മുനീർ സ്വദേശിനി നുസ്രത്ത് എന്നിവരാണ് മരുമക്കൾ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.